നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. മണ്ണത്ത് മുരളീധരൻ സ്മാരക മുരളീരവം പുരസ്കാരം ഡോക്ടർ വി ആനന്ദ് മോഹന് സമ്മാനിച്ചു. കോഴിമാമ്പറമ്പ് പൂരനഗരയിൽ വെച്ചായിരുന്നു പുരസ്കാര സമർപ്പണം നടന്നത്. മണ്ണത്ത് മുരളീധരൻ സ്മാരക മുരളീരവം പുരസ്കാരം പ്രമുഖ ഭിഷഗ്വരൻ ഡോക്ടർ വി ആനന്ദ് മോഹന് സമ്മാനിച്ചു. ആയുർവേദ രംഗത്തെ അതുല്യ പ്രതിഭയും PNNM ആയുർവേദ കോളേജ് സ്ഥാപക സെക്രട്ടറിയുമായിരുന്ന മണ്ണത്ത് മുരളീധരന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. ശ്രീ കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക വേദിയിൽ മണ്ണത്ത് മുരളീധരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അന്ന് ആയുർവേദ രംഗത്തെ ഏറ്റവും പ്രശസ്തരായ പ്രഗത്ഭരായ ആചാര്യന്മാരുമായിട്ട് പരിചയപ്പെടുത്തി തന്നപ്പോൾ അറിയാത്തൊരു ശാസ്ത്രമേഖലയിലേക്ക് കടക്കുവാനും അത് അറിയുവാനും സാധിച്ചത് മുരളി എന്നൊരൊറ്റ വ്യക്തി കാരണമാണ്. ആ ഒരു സുഹൃബന്ധം സമാജത്തിൻ്റെ കാലം മുഴുവനും PNNM ആയുർവേദ കോളേജിൻ്റെ കാലത്ത് മുഴുവനും മുരളിയുടെ ദേഹവിയോഗം വരയ്ക്കും ആ സുഹൃത്ബന്ധം നിന്നു. ഇപ്പോഴും ഞാൻ ആ കോളേജിലെ ഫാക്കൽറ്റിയാണ്. അത് വളരെ ഭംഗിയായിട്ട് സന്ധ്യ നടത്തിപ്പോകുന്നു എന്നതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട്. അപ്പോൾ ഈ ഒരു പുരസ്കാരം തന്നതിന് എല്ലാവരോടും നന്ദി പറയുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നും ഇവിടെ ഈ ഇതിൽ പറയാനില്ല. മുരളിയെ അനുസ്മരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടില്ല വാദ്യ കലയുടെ കുലപതി പൈങ്കുളം പത്മനാഭൻ നായർ, അവർക്ക് സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ഭഗവതിയുടെ അനുഗ്രഹത്തിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ സന്ധ്യ മണ്ണത്ത് ഡോക്ടർ ആനന്ദ് മോഹന് കൈമാറി. കലാഭവൻ രതീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാട്ടല്ല, ഞാൻ ഈ നടന്മാരെ അനുകരിക്കണോ? വേണോ? നന്നാവുകയാണെങ്കിൽ ഒന്ന് കൈകരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ജാഫർ ഇടുക്കി, അദ്ദേഹത്തെ അറിയാലോ അല്ലേ? ഇപ്പോൾ സിനിമയിലൊക്കെ ഉള്ള ഒരു ആളാണ് ജാഫർ ഇടുക്കി. ജാഫർ ഖാനെ ഞാനൊന്ന് അനുകരിക്കുകയാണ്. പടച്ചോനെ എന്നാ കൈ പറയണേ, ഭാർഗവൻ ചേട്ടൻ ചുമ്മാ കള്ളം കുടിച്ചു വന്ന് ബഹളടിച്ചു പോന്നേ. കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഓരഞ്ചഞ്ച് ഈരഞ്ച് മൂവഞ്ച് ഓറഞ്ചോ ഞാനെന്നാ കൈ കാണിക്കണേ? ഞാനെന്നാ പറയണത്? എനിക്കെന്നാ അറിയാൻ പറ്റില്ല. എന്നാണേ ഒരു താരത്തെയും കൂടി അംഗീകരിക്കാം. മറ്റൊന്നല്ല, നമ്മളെല്ലാവരും മറിമായം സീരിയൽ കാണാറുണ്ടല്ലോ അല്ലേ? മറിമായത്തിലെ നമ്മുടെ ഇക്കയാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ നിയാസ് ബക്കർ, അദ്ദേഹത്തെ കൂടി ഒന്ന് അനുകരിക്കുകയാണ്. അനുകരിച്ചോട്ടെ? ഓക്കെ. എന്താ ചക്കജ്ജ് പറയുന്നത്? ഈ കത്ത് കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവര് പറഞ്ഞത് ഇവിടെ അല്ല കാണിക്കുക, അവിടെ കാണിക്കാന്ന്. അവിടെ കൊണ്ടുകൊടുത്തപ്പോൾ അവര് പറയാതെ അവിടെ അല്ല ഇവിടെ എന്ന്. സത്യത്തിൽ ഞാൻ അതിപ്പോൾ എവിടെ കണ്ടിരിക്കുന്നത്? എൻ്റെ മെസ്സിച്ച് എന്ത് പണി കാണിച്ചാൽ ഒരു ഗോൾ അടിക്കാന്നില്ലേ? ഒന്ന് കൈയടിക്കണം ചങ്ങായിച്ചായി. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് സമയത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് സ്കിറ്റുകളൊക്കെ ഇട്ട് ഞാൻ പിന്നെ എന്തായാലും വരും, അത് ഉറപ്പ് പറയുകയാണ്. എന്തായാലും വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, KK മുരളീധരൻ, PG രതീഷ്, ഡോക്ടർ സതീഷ് പരമേശ്വരൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്ന ഈ വേളയിൽ പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്കിവിടെ നിൽക്കാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം ആദ്യം പറയട്ടെ. കഴിഞ്ഞ വർഷം വരെ നിങ്ങളിലൊരാളായി ഈ സാംസ്കാരികത്തിൻ്റെ പൊതുയോഗത്തിലും തുടർന്ന് നടക്കുന്ന കലാപരിപാടികളും ഒക്കെ കാണാൻ വേണ്ടി ഒരു കാണിയായിട്ട് ഞാനും അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ സാംസ്കാരികം എന്ന ഈ സാംസ്കാരിക സംഘടനയെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രം പറയട്ടെ, ദീർഘിപ്പിക്കുന്നില്ല. എനിക്കറിയാം ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും 2 മിനിറ്റ് വീതം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സമയം ഒരുപാട് പോകുന്നതാണ്. കലാപരിപാടികൾ ആസ്വദിക്കാനുള്ളതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല.
എന്നാലും നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മുടെ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ഒക്കെ വേണ്ടി ഇതുപോലെയുള്ള കൂട്ടായ്മകൾ എടുക്കുന്ന എഫേർട്ട് നമ്മൾ കാണാതെ പോകാൻ സാധിക്കില്ല. ആയുർവേദ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ നിരവധി ആളുകൾ ഈ ആദരവിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.